കേക്ക് ഉണ്ടാക്കുക എന്നത് എന്നും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാത്ത എനിക്ക് എങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാം എന്നത് ഒരുപാട് ആശങ്കയുണർത്തിയിരുന്നു. അപ്പോഴാണ് പലവിധ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ സാധാരണക്കാർക്കും ഈ മേൽപ്പറഞ്ഞ വസ്തുക്കളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായത്. അത്തരത്തിലൊരു കേക്ക് നിങ്ങൾക്കും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് വളരെ ചുരുക്കമായി ഞാനിവിടെ പറഞ്ഞു തരാം. കാണാൻ നല്ല ഭംഗിയുള്ള ഭക്ഷണ വസ്തുക്കൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് അതിലോട്ട് അരിപ്പയിലൂടെ കടത്തിവിട്ട 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോപ്പൊടിയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും അതിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. നല്ലൊരു മിശ്രിതമായതിനു ശേഷം ഇതിലോട്ട് ഉരുക്കി വെച്ച 1/2 കപ്പ് ബട്ടറും 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 1/4 കപ്പ് തൈരും ചേർത്ത് കുഴമ്പ് പരുവത്തിലോട്ട് ഇളക്കി മാറ്റുക. ആവശ്യത്തിന് പാലും ചേർത്ത് നല്ലതുപോലെ ഇളക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നേരത്തെ തന്നെ ബട്ടറൊക്കെ തൂത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റുക. ഈ പാത്രത്തിനകത്ത് അടങ്ങിയിട്ടുള്ള എയറിനെ വെളിയിലോട്ട് കളയുവാനായി നിലത്തിട്ട് ഇതുപോലെ ഈ പാത്രം തട്ടുക. ഒരു സാധാ കുക്കറിൽ ചെറു തീയിൽ വെച്ച് 45 മിനിറ്റിന് ശേഷം കാണുന്ന കാഴ്ച ഇതാണ്. ഉൾഭാഗം ഒന്നും തന്നെ വേവാൻ ഇനിയില്ല എന്നുറപ്പ് വരുത്തിയതിനു ശേഷം നമ്മുടെ കേക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുക. നന്നായി ആറിയതിനു ശേഷം പല ലെയറുകളായി മുറിച്ച് ഓരോ ലെയറിനും ഇടയ്ക്ക് ഉരുക്കിയ ചോക്ലേറ്റ് ഒഴിക്കുക. ഇത് പല ലെയറുകളായി കമ്പൈൻ ചെയ്ത് കേക്കിനെ മൊത്തം ചോക്ലേറ്റ് കൊണ്ട് മൂടുക. ഇനി ചോക്ലേറ്റ് പറ്റാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും തപ്പിപ്പിടിച്ച് ചോക്ലേറ്റ് കൊണ്ട് പൊതിയുക. കാണുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം ഊറുന്നില്ലേ? കടയിൽ നിന്ന് മേടിക്കുന്ന കുറച്ച് ജെംസോ മഞ്ചോ കിറ്റ്കാറ്റോ ഒക്കെ ആയിട്ട് ആ കേക്കിനെ അലങ്കരിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം അനിയത്തിയോട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരുടെ റിയാക്ഷൻ ഇങ്ങനെയാണ്. കണ്ടോളൂ.